ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വിശ്വാസം ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടക്കുന്ന ഒരു നാട്ടിൽ 11,000 ലിറ്റർ പാല് വെറുതെ നദിയിലൊഴുക്കി കളയുന്നതിനെ വിശ്വാസം എന്നല്ല വിളിക്കേണ്ടത്, തോന്നിയവാസം എന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതേപോലെ ഒരു മനുഷ്യൻ ഗംഗയിൽ പാലൊഴുക്കി കളയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടത്. ഇദ്ദേഹം പാലൊഴുക്കി കളയുന്ന സമയത്ത് ആ ചുറ്റുമുണ്ടായിരുന്ന കുട്ടികൾ ഓടിക്കൂടി അവരുടെ ചെറിയ പാത്രങ്ങൾ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇത് ഇവരുടെ പാത്രത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ദൂരേക്ക് മാറ്റി കളയുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. എനിക്ക് മനസ്സിലാകാത്ത ഏത് ദൈവമാണ് ഇതൊക്കെ കണ്ടിട്ട് ഇവനെയൊക്കെ അനുഗ്രഹിക്കാൻ പോകുന്നതെന്നാണ്. മനുഷ്യത്വവുമില്ല ബുദ്ധിയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിൽ ഒരു കവർ പാല് പൊട്ടിച്ച് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കി കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിരുന്നു എന്നറിയത്തില്ല. ഇവിടെ പൊട്ടന്മാരെ, ഇവിടെ കുട്ടികൾ ആവശ്യമായ ന്യൂട്രീഷൻ കിട്ടാതെ ചാവുന്നു. ഇവിടെ മനുഷ്യന്മാർ പട്ടിണി പോലും മരിക്കുന്നു. നീയൊക്കെ പാലും നെയ്യും ഭക്ഷണ സാധനങ്ങളും ഇട്ട് ദൈവങ്ങളെ മൂടുന്നു, നദികളെയെല്ലാം മലിനമാക്കുന്നു. ഇവിടെ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഒരു ഗ്ലാസ് പാലെടുക്കാനില്ല. അന്നേരം നിൻ്റെയൊക്കെ ഈ തോന്നിവാസം. വിശ്വാസവും പട്ടിണിയും ഒക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, ഇത് വരുത്തി വയ്ക്കാൻ പോകുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റി ചിന്തിക്കുക. ഒന്നാമത്തെ, ഇന്ത്യയിലെ നദികളിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ പരിതാപകരമാണ്. ഇതുപോലെ പാലും നെയ്യും ഒക്കെ കൊണ്ട് ഒഴുക്കുന്നതുകൊണ്ട് വാട്ടർ ക്വാളിറ്റീനെ ഇത് സാരമായിട്ട് ബാധിക്കാനും കാരണമാകും. വെള്ളത്തിലെ BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ ഇത് വളരെയധികം കൂട്ടും. അതായത് വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് ഇത് കുറയ്ക്കും. ഇതുമൂലം മീനുകൾ ചത്തുപൊങ്ങും. ആ നദിയുടെ എക്കോസിസ്റ്റം തന്നെ ഇത് തകർക്കും. ആ നദിയും വെള്ളവുമെല്ലാം ഇതുമൂലം പൊല്യൂട്ടഡ് ആവും. ഇങ്ങനെ ഒരു നെറികേട് നമ്മുടെ രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ. ആ 11,000 ലിറ്റർ പാല് പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിച്ചേനെ. ഇല്ലാത്തവനെ സഹായിക്കുന്നതിലും വലിയ ആത്മീയത ഇല്ലെന്ന് നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്?